ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷസ് വോയിസ് പ്ലസ്. ഇന്ന് നമ്മളുടെ ചാനലിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബാഡ് റോമിയോ എന്ന് പറഞ്ഞ സൂപ്പർ റൊമാൻറ്റിക് ഡ്രാമയുടെ ഒന്നാമത്തെ എപ്പിസോഡിനെ. ഈ ഡ്രാമ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒരു കോടീശ്വരിയായ പെൺകുട്ടി ഒരു പാവം വർക്ക്ഷോപ്പുകാരനായിട്ട് സ്നേഹബന്ധം ഇല്ലാതെ തന്നെ ഓൾറെഡി ഒരു ലവർ ഉണ്ട്. അവളെ ഇവനെ ഉപേക്ഷിക്കുകയോ അതോ നമ്മുടെ ഹീറോയിനെ ഉപേക്ഷിക്കുകയോ എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ എപ്പിസോഡ്സൊക്കെ ഫുള്ളായിട്ട് കാണണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ഒട്ടും നിങ്ങളെ വീട്ടടുപ്പിച്ച് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഡ്രാമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് രണ്ട് പെൺകുട്ടികൾ ആരോ എയർപോർട്ടിൽ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊരാളുടെ പേരാണ് ലിത, അവളുടെ ഫ്രണ്ടാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ കിമ്മാണ്. കിം ഭയങ്കര ഒതുക്കത്തോടു കൂടിയൊക്കെയാണ് ലിതനെ സെർച്ച് ചെയ്യണമെങ്കിലും ലിത ഭയങ്കര ബഹളിയുള്ള കൂട്ടത്തിലാണ്. അവൾ ഓടിപ്പടഞ്ഞ് എല്ലാവരും തട്ടിയിട്ടൊക്കെയാണ് കിമ്മിനെ അന്വേഷിക്കുന്നത്. രണ്ടുപേരും ഒരേ ടൈമിൽ അവരവർക്ക് വിളിച്ചു നോക്കുന്നുണ്ട്, രണ്ടുപേർക്കും കിട്ടുന്നില്ല. അങ്ങനെ ഇപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുമ്പോഴാണ് എസ്കലേറ്ററിൽ ലിതാണെങ്കിൽ താഴത്തേക്കുമാണ്, കിമ്മ മോളിക്കുമാണ് പോകുന്നത്. അപ്പം ലിത വാ നമുക്ക് മോളി മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോകുന്ന എസ്കലേറ്ററിൽ നിന്ന് അവൾ മുകളിലേക്ക് ഓടി കയറുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സന്തോഷത്തിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ കിം അവളുടെ കയ്യിലുള്ള ഒരു കാർഡ് ലിതക്ക് കൊടുക്കുന്നുണ്ട്. ലിതനോട് എന്നിട്ട് നിന്റെ ഇനിയുള്ള ലൈഫ് നീ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ കാർഡ് കൊടുക്കുന്നത്. ലിത എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കയ്യിൽ ഒരു വീടിൻ്റെ കീയും പിന്നെ ഒരു മാപ്പും ഉണ്ടായിരുന്നു, അത് കിമ്മിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവരുടെ ലൈഫിനെ എക്സ്ചേഞ്ച് ചെയ്ത് നോക്കാൻ പോവാണ്. അതായത് ഇനി കിമ്മിന്റെ വീട്ടിൽ താമസിക്കാൻ പോകുന്ന ലിതയാണ്. കിമ്മിന്റെ വീട് ഓപ്പൺ ചെയ്യാനുള്ള കാർഡാണ് ലിതക്ക് കൊടുത്തത്. ലിതയുടെ വീടിന്റെ കീയും മാപ്പും ആണ് ലിത കിമ്മിന് കൊടുത്തത്. ഇനി കുറച്ച് നാളത്തേക്ക് കിമ്മിന്റെ വീട്ടിൽ കിം ആണെന്ന് പറഞ്ഞ് ലിത കയറി താമസിക്കാൻ പോവാണ്. അതെന്തിനാണെന്നൊക്കെ വഴിയെ പറയേ. അങ്ങനെ കീ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കിം ലിതയുടെ വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയിലാണ്. അവിടെ സീൻ കട്ട് ചെയ്താണ് നമ്മുടെ ഹീറോനെ കാണിക്കുന്നത്. അവന്റെ പേര് ക്ലാൻ ആയിരുന്നു. അവന്റെ ലവർ ഒരു ഹൈറോസിസ് ആയിരുന്നേ. അവളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ക്ലേ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ളത്. ക്ലേനെ കാണുമ്പോൾ തന്നെ അവന്റെ ലവറെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവര് ഭയങ്കര ഹാപ്പിയിലാണ് സംസാരിക്കുന്നതൊക്കെ. തമ്മിൽ ഭയങ്കരമായിട്ട് ഇഷ്ടം. ക്ലേന്റെ ഗേൾ ഫ്രണ്ട് ഇപ്പൊ വേറെ ഏതോ രാജ്യത്തേക്ക് അവളുടെ ജോലി ട്രാൻസ്ഫർ ചെയ്തേക്കാണ്. അപ്പൊ ഇനി കുറെ നാളത്തേക്ക് ക്ലേയും അവന്റെ ഗേൾ ഫ്രണ്ടും തമ്മിൽ കാണത്തില്ല. അതിന്റെ വിഷമത്തിലാണ് ക്ലേ. അവൻ ഭയങ്കരമായിട്ട് പിണങ്ങുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവള് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു ഉമ്മൊക്കെ കൊടുത്ത് അവനെ കൂളാക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് കിം അവരുടെ ബാക്കിലുണ്ടായിരുന്നു. അവൾ ഇതൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ട്. കിം അങ്ങനെ എയർപോർട്ടിന്റെ പുറത്ത് വന്നിട്ട് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ടാക്സി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെയാണ് ആ സൈഡിലൂടെ ക്ലേന്റെ ഗേൾ ഫ്രണ്ട് പോകുന്നത് കണ്ടത്. ക്ലേന്റെ ഗേൾ ഫ്രണ്ട് പെട്ടിയും പ്രമോണൊക്കെ ആയിട്ട് പോകുന്നത് ഒരാണിന്റെ അടുത്ത് കയറുന്നു. ക്ലേന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര് ഹാംസൺ എന്നായിരുന്നു. ആ പയ്യനാണെങ്കിൽ ഹാംസനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിൽ പോയി കെട്ടിപ്പിടിക്കുന്നു. അവിടെ ക്ലേ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പയ്യനും ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക ക്ലേനെ ഈ ഹാംസൺ ഭയങ്കരമായിട്ട് പറ്റിക്കുന്നുണ്ട്. ഈ പയ്യനാണെന്ന് വെച്ചാൽ ഭയങ്കര കോടീശ്വരനായിരുന്നു. അവൻ ഹാംസൺ സന്തോഷമാവാൻ വേണ്ടിയിട്ട് അവൾക്കൊരു കാറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആ കാറ് കുറച്ചും കൂടി പണി വാങ്ങി അത് കഴിഞ്ഞാൽ അവൾക്കായിട്ട് സ്വന്തമായിട്ട് അത് തരാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷത്തിൽ കാറിൽ കയറി പോകും. കിം ഒന്നും ഇത് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ അവളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് നടന്നിരുന്നത്. കിം ഒരു ടാക്സി കയറിയിട്ട് ഇതര വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വഴി ക്ലേ വരുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. അവളുടെ വലിയ വീടിനേക്കാളും അവൾക്ക് എന്തുകൊണ്ടും ഈ വീടാണ് ഇഷ്ടപ്പെട്ടേക്കുന്നത്. അവൾ ഉള്ളിൽ കയറി എല്ലായിടവും നോക്കി കുറെ ഫോട്ടോസ് ഇരിക്കുന്നു. അപ്പോഴാണ് കിം അവിടെ ഒരു സ്റ്റിക്ക് കാണുന്നത്. എന്തിനാന്ന് വെച്ചാൽ പൂച്ചനൊക്കെ കളിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നു. ഇതൊക്കെ അതിന് ഇവിടെ ക്യാറ്റ് ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് കിം എല്ലായിടത്തും ഇതര ക്യാറ്റിനെ അന്വേഷിച്ച് നടക്കുന്നു. ഈ സമയം നമ്മുടെ ഹീറോ ബോംബെ എന്ന് പേരുള്ള ഒരു ക്യാറ്റിനെ അവന്റെ വർക്ക്ഷോപ്പിൽ മൊത്തമായിട്ട് തേടുന്നുണ്ട്. പക്ഷെ അവൻ എത്ര തേടിയിട്ടും ആ ബോംബേനെ കാണാനില്ല. കിം ലിതയുടെ ബെഡ്റൂമിൽ പോകുമ്പോൾ അവിടെ ഒരു ലെറ്ററും മൊബൈൽ ഫോണും ഇരിക്കുന്നത് കാണുന്നു. അവൾ ആ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മൊബൈൽ ഫോണിൽ ലിത കിമ്മിനായിട്ട് പ്രസന്റ് ചെയ്തേക്കുന്നതാണ്. ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു അത്. പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അവൾ അതിൽ ഡേറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കിമ്മിന്റെ നെയിമും കിമ്മിന്റെ ഫോട്ടോയും വെച്ച് 5 ആണുങ്ങളോട് ചാറ്റ് ചെയ്തിരുന്നു. കിമ്മിന് വലിയ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഭയങ്കര സൈലന്റ് ആയിട്ട് വളർന്ന കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ലിത അവൾക്ക് ഇപ്പോഴെങ്കിലും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവട്ടെ, ബോയ് ഫ്രണ്ട്
ഫ്രണ്ട് ഉണ്ടായാലേ ലൈഫ് കളറാവുള്ളൂ എന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി 5 പയ്യന്മാരെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ 5 പയ്യന്മാരിൽ ആരെയാണോ അവൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതിലൊരാളെ ചൂസ് ചെയ്ത് അവനെ ലവ് ചെയ്യാനായിരുന്നു ലിത പറഞ്ഞിരുന്നത്. അത് കാണുമ്പോൾ തന്നെ കിമ്മിനെന്തോ പേടിയോ ദേഷ്യമോ എന്തോ ഒക്കെ ആയിട്ട് അവൾ അത് വലിച്ചെറിയുന്നുണ്ട്. കിം അവൾക്ക് ലിത കൊടുത്ത ആ ഫോണിലുള്ള ഡേറ്റിംഗ് ആപ്പ് തുറന്നു നോക്കുമ്പോൾ അവൾ ഓൾറെഡി 5 പേരോടായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അവൾ ക്ലാൻ്റെ അക്കൗണ്ട് കാണുന്നത്. അവൾ ക്ലാനായിട്ടും ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ലിത കിം ആണെന്ന് പറഞ്ഞിട്ട് ക്ലാനോട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലേ ആണെന്ന് വെച്ചാൽ തുരുതുര മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എവിടെയാണ് ഇത്ര ദിവസമായിട്ട് എന്താ മെസ്സേജ് അയക്കാത്തത്? എനിക്ക് മെസ്സേജ് അയക്കാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ്. നീ ഇല്ലാണ്ട് എനിക്ക് ഇതാവുന്നു അതാവുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് മെസ്സേജ് അയച്ചേക്കുന്നത് കണ്ട് കിമ്മിനായിട്ടുള്ള ചാറ്റ് ചെയ്തേക്കുന്നതൊക്കെ കാണുന്നത്. ഈ നോട്ടി ബോയ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവൻ ആ ഡേറ്റിംഗ് ആപ്പിൽ കയറിയിട്ട് ക്ലയന്റ് പ്രൊഫൈൽ ഫോട്ടോയും നെയിമും ഒക്കെ യൂസ് ചെയ്തേക്കുന്നത്. നോട്ടി ബോയ് പറയുന്ന റീസൺ എന്താന്ന് വെച്ചാൽ ആ നോട്ടി ബോയിന്റെ ഫോട്ടോ ആണ് പ്രൊഫൈലായിട്ട് ഇടുന്നതെങ്കിൽ ഒരു പെണ്ണ് നോട്ടി ബോയിനോട് ചാറ്റ് ചെയ്യൂല. ഇപ്പൊ ക്ലയന്റ് ഫോട്ടോ നോട്ടി ബോയ് ഇട്ട കാരണം കുറെ പെണ്ണുങ്ങൾ അവനോട് ചാറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൻ അതിട്ട് അപ്പൊ തന്നെ ക്ലേ അവനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. ഒരു സിൻസിയർ ലവ് ആണെന്ന് എനിക്ക് വേണ്ടെങ്കിൽ ഇങ്ങനത്തെ ആപ്പാവുമ്പോൾ ആപ്സിലൊന്നും നോക്കിയാൽ പോരാ. സിൻസിയർ ആയിട്ട് ട്രൂ ലവ് ആണെന്നുണ്ടെങ്കിൽ നീ പുറത്ത് തന്നെ നിന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ കണ്ടെത്തണം. എൻ്റെ ലവർ കണ്ടില്ല ആംസം അവൾക്ക് എന്നെ എന്ത് ഇഷ്ടമാണെന്നറിയോ? അതുപോലെ സിൻസിയർ ആയിട്ടുള്ള പെണ്ണുങ്ങളെ കണ്ടെത്തണം. ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചീത്ത പെണ്ണുങ്ങളായിരിക്കും. ഇവരുടെ ഉദ്ദേശം വേറെയായിരിക്കും. ഇവർ നിന്നോട് കമ്പനി ആവുന്ന എന്തിനാന്ന് വെച്ചിട്ട് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം ഇവർ നിന്നോട് കമ്പനി ആവണം. നിനക്ക് സിൻസിയർ ലവ് വേണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനത്തെ ആപ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മ അവരോട് എങ്ങനെ സിൻസിയറിറ്റി കാണിക്കുന്നോ അതുപോലെ തന്നെ അവർ നമ്മളോട് കാണിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപദേശമാണ്. നോട്ടി ബോയ് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ കിമ്മിനെ നീ ഒന്നും പറയരുത്, എൻ്റെ കിം അത്ര കാര്യമൊന്നുമല്ല എന്ന് പറയുന്നത്. ഇതൊന്നും കേൾക്കാതെ ക്ലേ അവൻ്റെ ഫോൺ എടുത്ത് ഒരു വൽപ്പിൻ്റെ ഉള്ളിൽ പൂട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അറിയാതെ നീ എങ്ങാനും ഒരു മൈനറിനായിട്ട് ചാറ്റ് ചെയ്താലേ 8 വയസ്സിന് താഴെയുള്ള ഒരു പെണ്ണിനായിട്ട് ചാറ്റ് ചെയ്താലേ ജയിലിൽ പോയി കിടക്കണം ഞാനാ, എൻ്റെ പേരും എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് നീ ഇത് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാണ് അവനത് പൂട്ടി വെക്കുന്നത്. കിമ്മാണെന്ന് വെച്ചാൽ അവളുടെ ന്യൂ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവൾ ക്യാമറ എടുത്ത് അവിടെ എല്ലാതും ഫോട്ടോ എടുക്കുന്നുണ്ട്. കുറേ കുട്ടികളായിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയായിട്ട് അവർക്ക് ന്യൂഡിൽസ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നു. ഒരു ന്യൂഡിൽസ് വാങ്ങി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവരോട് ഇനിയും വേണമെന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് പറയുന്നുണ്ട്. ഇവൾ ഓർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ട്രെയിൻ വരുന്നത്. ആ ട്രെയിൻ വന്നതോടുകൂടി ഇവർ ന്യൂഡിൽസ് ഒക്കെ അവിടെ വെച്ചിട്ട് ഓടി ട്രെയിനിനുള്ളിലേക്ക് കയറുന്നുണ്ട്. ഇത് കണ്ട കിം വേഗം ഓടിപ്പോയി ന്യൂഡിൽസ് ഒക്കെ അയാളോട് പാക്ക് ചെയ്യാൻ പറഞ്ഞ് ഇവരുടെ പിന്നാലെ ഓടി ആ കുട്ടികൾക്ക് ഈ ന്യൂഡിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ട്രെയിനിൻ്റെ ഡോറിൻ്റെ അവിടെ വെച്ച് അവൾ ആ ധൃതി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവളെ പേഴ്സ് താഴെ വീണ് പോകുന്നുണ്ട്. അതൊന്നും കിം അറിയുന്നില്ല. അങ്ങനെ കിം അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അവൾ ആകെ ടയർഡായിരുന്നു. ഇതുവരെ ഇങ്ങനെ വെയിലത്തൊന്നും നടന്നിട്ടില്ലല്ലോ. നേരെ ചെല്ലുമ്പോൾ അവിടെ ക്ലേ നിൽക്കുന്നുണ്ട്. ഇവളെ കണ്ടപ്പോൾ തന്നെ ആ ഡേറ്റിംഗ് ആപ്പിൽ കണ്ട പെണ്ണാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ക്ലേ. പക്ഷെ ഇവളതൊന്നും ശ്രദ്ധിക്കാതെ പോയിട്ട് ഷോപ്പിലുള്ള ഒരു ഫ്രീസർ തുറന്ന് അവിടെ അങ്ങനെ അത് തുറന്നുകൊണ്ട് തണുപ്പൊക്കെ കൊണ്ട് നിൽക്കുകയാണ്. ആക്ച്വലി ആ ഫ്രിഡ്ജ് തുറന്ന് എന്തിനാന്ന് വെച്ചാൽ തണുപ്പിട്ടാനായിരുന്നു. അങ്ങനെ അവൾ ഭയങ്കര ആശ്വാസത്തോടുകൂടി ഒരു ജ്യൂസ് എടുത്ത് അവളുടെ കഴുത്തിലൊക്കെ വെച്ച് മുഖത്തൊക്കെ വെച്ച് നന്നായി തണുപ്പിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ക്ലേ അവിടെ നിന്ന് പെറുപെറുക്കുന്നുണ്ട്. ഈ പെണ്ണിനെന്താ പ്രാന്താന്നാ തോന്നുന്നത്, എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ക്ലേ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കിമ്മും കാണുന്നുണ്ട്. അപ്പോഴാണ് കിമ്മും ആലോചിക്കുന്നത് ഈ പയ്യനല്ലേ ഡേറ്റിംഗ് ആപ്പിൽ കണ്ട് എന്നെ ഫോളോ ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ച് അവൾ വേഗം അവിടെ നിന്ന് ഒരു കുപ്പി ജ്യൂസ് കൊടുത്ത് ബില്ല് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ബില്ല് ചെയ്യുമ്പോൾ എന്തോ 16 രൂപ എന്നെങ്ങാണ്ട് പറയുന്നുണ്ട്. അവിടുത്തെ നിസ്സാരം തുകയാണ് അത്. പക്ഷെ അവളുടെ കയ്യിൽ പേഴ്സില്ലല്ലോ. അവൾ അങ്ങനെ കുറേ തപ്പി പേഴ്സും കാണാനില്ല, അവളെ പോക്കറ്റിലോ ഒന്നുമില്ല. ഒക്കെ കണ്ടുകൊണ്ട് ക്ലേയോ അവിടെ നിൽക്കുന്നുണ്ട്. കിം ആ ബില്ലടിക്കുന്ന വുമനോട് ഇപ്പം ഇതൊന്നും വേണ്ട സോറി ഇട്ടാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പോൾ തന്നെ ക്ലേ വിചാരിക്കുന്നുണ്ട്, ഇത്ര പാവപ്പെട്ട പെണ്ണായിരുന്നു, 16 രൂപ പോലും കൊടുക്കാനില്ല, അതുകൊണ്ടാ കണ്ട ആണുങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ വശീകരിച്ചെടുക്കുന്നതെന്ന് ആലോചിക്കുന്നുണ്ട്. കിമ്മാണെന്ന് വെച്ചാൽ കുറേ പോയി അവളുടെ പേഴ്സ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും കാണാനില്ല. അവൾ അത് ഉപേക്ഷിച്ച് അങ്ങനെ റോട്ടിലൂടെ നടന്നുകൊണ്ട് പോകുന്ന ഒരു ടൈമിലാണ് ഒരു ഷോപ്പ് കാണിക്കുന്നത്. അതൊരു റൊട്ടിക്കടയായിരുന്നു, ചെറിയൊരു കട. അത് നടത്തിയിരുന്ന ഒരു പെണ്ണ് എന്താണെന്ന് വെച്ചാൽ വഴി കൂടെ ആര് പോകുമ്പോഴും റൊട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ അടക്കി കുറച്ച് റൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളതായിരുന്നു. അവിടേക്ക് ക്ലേ വരുന്നുണ്ട്. ക്ലേ വന്നിട്ട് കുറച്ച് പൈസ കൊടുത്ത് സാധാരണ എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞ് അവൻ റൊട്ടി വാങ്ങാതെ പൈസ മാത്രം കൊടുത്ത് പോകുന്നുണ്ട്. ആ പെണ്ണ് അത് സന്തോഷത്തോടുകൂടി വാങ്ങി വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ ഈ പെണ്ണ് ഫ്രീക്ക് റൊട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവശതായി വന്നിട്ട് അവിടെ സൈഡിൽ നിന്ന് റൊട്ടി ചുടുന്നത് നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കുമ്പോൾ ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ റൊട്ടി എടുത്തോ, ഫ്രീ ആണ്, നിങ്ങൾ സന്തോഷം മാത്രം കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ അവൾ സന്തോഷത്തോടുകൂടി വന്ന് 2 റൊട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണ് പറയാണ്, ഓൾറെഡി ഒരാളിവിടെ
ആര് വന്ന് ചോദിച്ചാലും ഫ്രീക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പൈസ തന്നെ ഏൽപ്പിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ റൊട്ടി തരുന്നതെന്ന് പറഞ്ഞിട്ട് ബാക്കിലൂടെ പോകുന്ന ക്ലേനെ കിമ്മിന് കാട്ടിക്കൊടുക്കുന്നുണ്ട്. ക്ലേൻ എന്ന് വെച്ചാൽ ഒരു കാലില്ലാത്തൊരു അമ്മൂമ്മനെ പിടിച്ചുകൊണ്ട് നടത്താൻ ശ്രമിക്കുന്നത്. അതായത് അവൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് മെന്റാലിറ്റി ഉള്ള ആളായിരുന്നു. ആ അമ്മൂമ്മക്കും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കിം കാണുന്നത്. കിം അപ്പോൾ ചിരിച്ചുകൊണ്ട് ആരെ നോക്കുന്നുണ്ട്. അങ്ങനെ റൊട്ടിയും കൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഒരു ടി-വിയിൽ ഒരു ബിസിനസ് മാൻ്റെ സക്സസ് ന്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾ ഒരു വലിയ ബിസിനസ് മാൻ ആയിരുന്നു. ആ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ബിസിനസ് മാൻ ആയിരുന്നു അയാൾ അറിയാത്ത ആരുണ്ടായിരുന്നു. സോങ്സിംഗ് എന്നായിരുന്നു ആളുടെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കിം ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. ആ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൾ ചിരിച്ചുകൊണ്ടാണ് അത് കാണുന്നത്. സോങ്സിംഗ് അപ്പോൾ അയാളുടെ ഫാമിലിനെ പറ്റി പറയുന്നത് അയാൾക്ക് ആകുള്ളത് ഒരു മകളായിരുന്നു. അവൾ അയാളെ വിഷമിപ്പിച്ചിട്ടില്ല എന്നും അയാൾ എന്താണോ പറയുന്നത് അത് മാത്രമേ ചെയ്യൂ എന്നൊക്കെ അയാൾ ഭയങ്കര അഭിമാനത്തോടുകൂടി പറയുമ്പോൾ എൻ്റെ മുഖത്ത് ചിരിയൊക്കെ മായുന്നുണ്ട്. സോങ്സിങ്ങിൻ്റെ മകൾ ആരാണോ അവരുടെ ഫോട്ടോയും ടി-വിയിൽ കാണിക്കുന്നുണ്ട്, ഒരു പിയോന വായിക്കുന്നതായിട്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ സോങ്സിങ്ങിൻ്റെ മകളായിരുന്നു കിമ്മിൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ ടി-വി കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഷോപ്പിൽ നിൽക്കുന്ന ഒരു ലേഡി കിമ്മിനെ ആ ടി-വിയിലേക്കും മാറി മാറി നോക്കുന്നത് കണ്ട് കിം അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് വേഗം നടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്ത് നോക്കുമ്പോൾ അത് പപ്പ, അതായത് ഈ ടി-വിയിൽ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നത് കണ്ടത്. അവളത് കണ്ടത് ഞെട്ടി അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. വീട്ടിലേക്ക് ചെന്ന് വേഗം ഡോറൊക്കെ അവൾ നന്നായി ഫ്രഷപ്പ് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ശരിയാക്കി സെറ്റായി കർട്ടനൊക്കെ ഇട്ട് എവിടെയാണ് താനെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അവൾ സെറ്റ് ചെയ്തിട്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. വീഡിയോ കോളായിരുന്നു വിളിച്ചത്. ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയിൽ അവൾ ഭയങ്കര കൊഞ്ചിച്ചിട്ടൊക്കെയാണ് അച്ഛൻ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ സോങ് പറയുന്നുണ്ട്, നിനക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് നിർബന്ധമാണോ, ഇല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും വിടാം. ഓൾന്ന് പറഞ്ഞൊരു വേലക്കാരിയായിരുന്നു കിമ്മിൻ്റെ കൂടെ നിന്നിരുന്നത്. അവരിപ്പോൾ എന്തോ ആവശ്യത്തിനായിട്ട് നാട്ടിലേക്ക് പോയേക്കാണ്. അപ്പോൾ ഇനി അവരെ വിളിക്കൊന്നും വേണ്ട, അവർ നാട്ടിൽ നിന്നോട്ടെ, ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നോളാന്ന് കിം പറയുന്നു. കിമ്മിൻ്റെ അച്ഛൻ വിചാരിച്ചേക്കുന്നത് കിം അവളുടെ വീട്ടിൽ തന്നെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെന്ന്. പക്ഷേ അവൾ ലിതയുടെ വീട്ടിലേക്ക് വന്ന കാര്യം അച്ഛന് അറിയില്ലായിരുന്നു. അങ്ങനെ അവൾ അതെങ്ങനെയോ മാനേജൊക്കെ ചെയ്ത് ഫോണൊക്കെ കട്ട് ചെയ്ത് കയ്യിൽ ഇനി എത്ര രൂപ ബാലൻസ് ഉണ്ട് നോക്കുന്നുണ്ട്. കുറച്ച് പൈസ ഉണ്ട്, 10 ദിവസം എങ്ങനെയെങ്കിലും ഒപ്പിക്കണം, അല്ലാതെ അച്ഛൻ്റെ മുന്നിൽ എന്തായാലും പോകാൻ പറ്റില്ല. പക്ഷെ അച്ഛൻ ഫോൺ ചെയ്തപ്പോൾ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ മതി, നീ മടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ആണെന്ന് വെച്ചാൽ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ട് നോട്ടിൽ പോയി അവനക്കൊരു കാറ് കാട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇതേതോ വലിയൊരു റിച്ച് മാൻ ഒരു കോടീശ്വരൻ കൊണ്ടിട്ട് കാറാണ്, അയാളുടെ വൈഫിന് എന്തോ വെഡ്ഡിങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണ്ട, ഇതെന്തോക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, നീ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ് ആ കാറ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാംസങ്ങിൻ്റെ ലഗേജ് കിട്ടുന്നത്. സാംസങ് ശരിക്കും ഈ നാട്ടിലില്ല എന്നല്ലേ പറഞ്ഞിരിക്കണേ, അവൾ എവിടെക്കോ വലിയ ലോങ് ആയിട്ട് ജോലിക്ക് പോകാമെന്നാണ് ക്ലാനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ലാൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ലഗേജ് എന്ന് പറഞ്ഞ ആൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നതാണെന്നാണ്. സാംസങ്ങിൻ്റെ ഫോണിലേക്ക് ക്ലേ എത്ര വിളിച്ചിട്ടും അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിന് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇത് പോട്ടെ, ഇനി അയാൾ വരുമ്പോൾ അത് ചോദിക്കുക എന്നുള്ള അർത്ഥത്തിൽ അത് കാര്യമാക്കാണ്ട് ആ വണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോട്ടി പോയി വീണ്ടും അവൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇപ്പോൾ അവൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണിൽ സാംസങ്ങിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് കാട്ടിക്കൊടുത്തിട്ട് നോട്ടി പോയി പറയണേ, നീ ശരിക്കും അവൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് എന്താ നിൻ്റെ ഫോൺ എടുക്കാത്ത, നീ ഇതൊന്ന് സൂക്ഷിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ സൂം ചെയ്ത് അവളുടെ കൂളിംഗ് ഗ്ലാസ്സിൽ ഒരു ചെക്കനെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലേനോട് നോട്ടി പോയി പറയുന്നുണ്ട്, ആ ചെക്കനായിരുന്നു ഈ കാറും കൊണ്ട് ഇവിടേക്ക് വന്നതെന്ന്, അയാളുടെ വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാനാണ് കാറെന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ വൈഫ് ഇവളാണോ, ഇവളെ നിന്നോട് എവിടെ ജോലിക്ക് പോകണമെന്നല്ല പറഞ്ഞത്, എന്നിട്ട് ഇവളെന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ ടെൻഷനായിട്ട് അവൻ എല്ലാ പണിയും അവിടെ ഇട്ടിട്ട് ആ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവാതെ നിൽക്കുന്നത് കണ്ടിട്ട് നോട്ടി പോയി പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, നീ ആ വീട്ടിൽ പോയി നോക്കിയാൽ അവളുടെ വീട്ടിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്, അവൾ എങ്ങോട്ടും പോയിട്ടില്ല, അവിടെ ഉണ്ടാവും, നീ അവിടെ പോയി നോക്കാൻ പറയും. അവിടെ തന്നെ പോയി നോക്കാം എന്നുള്ള അർത്ഥത്തിൽ വേഗം വർക്ക്ഷോപ്പിൽ നിന്ന് ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഡോറ് തുറന്ന് അകത്തേക്ക് കയറുന്നതും അവൻ കാണുന്നത് അവിടെ ഇരുന്ന് ന്യൂഡിൽസ് കഴിക്കുന്ന കിമ്മിനെയാണ്. പരിചയമില്ലാത്ത ആരോ വാതിൽ തുറന്ന് വരുന്ന കണ്ടിട്ട് കിമ്മു ആകെ നെട്ടുന്നുണ്ട്. തൻ്റെ വീട്ടിൽ ആരോ വന്നിരുന്നു ന്യൂഡിൽസ് കഴിക്കുന്ന കണ്ടിട്ട് ക്ലൈ നെട്ടുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് കാണണം, എന്നാലേ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചേക്കാണ് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നവർക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.